ഞാൻ ഈ ഇറാൻ വിഷയത്തിൽ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയെയും അതിനു മുമ്പ് നമ്മുടെ വിസ്ഡം പണ്ഡിതന്മാരെയും പിന്നെ അതുകൂടാതെ അബ്ദുൽ ഹക്കീം അസ്ഹരിയെയും ഒക്കെ വിയോജിച്ചിരുന്നു, വിമർശിച്ചിരുന്നു പല നിലപാടുകളിലും. അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ അനുയായികളുടെ ഭാഗത്തുനിന്നും പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും പിന്നെ അതിൻ്റെ റിപ്പർക്കഷൻസ് ഒന്നും കേട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മുൻപും പിൻപും ഒക്കെയുള്ള ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. അവർ ആ സബ്ജക്റ്റ് വിട്ടതുപോലെയാണ്. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയുടെയും വിസ്ഡം വിഭാഗക്കാരുടെയും ആ ഒരു തർക്ക ദണ്ഡന മണ്ഡന സംഗതികൾ തീരുന്നില്ല. അവർക്ക് അത് അവസാനിക്കുന്നതേ ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടുമൊക്കെ എൻ്റെ വാട്സപ്പുകളിലേക്കും നമുക്ക് സൗഹൃദമുള്ളവരുമെല്ലാം ഒരുപാട് ക്ലിപ്പുകൾ അയച്ചു തരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇറാൻ ആക്രമിച്ച രാജ്യങ്ങൾ, അവിടുത്തെ ഷിഅയ്യ ചരിത്രം, പിന്നെ സുന്നി ചരിത്രം, പിന്നെ അവിടെ നടക്കുന്ന കർമ്മങ്ങൾ, അതായത് അലി റളിയല്ലാഹു അൻഹുവിനെ തള്ളി പറയുന്നത്, പിന്നെ ഐഷ റളിയല്ലാഹു അൻഹയെ തള്ളി പറയുന്നത്, പിന്നെ അതിന് മുമ്പ് അതിൻ്റെ വേറൊരാൾ പ്രസംഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടേയിരിക്കുക. ഇത് പറയുന്ന കേട്ടാൽ തോന്നും ഈ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മതത്തിൻ്റെ പേരിൽ നടക്കുന്നത് കണ്ടാൽ ഇവിടെ ഉള്ളവർ മുഴുവൻ സ്വർഗത്തിപ്പാനുള്ള ആളുകളും ഇറാനിലുള്ളവർ മുഴുവൻ നരകത്തിപ്പാനുള്ള ആളുകളും ഒക്കെ ആണെന്ന് തോന്നും. ഇവർക്ക് ആർക്കും ഇതൊന്നും പറഞ്ഞിട്ട് നേരം വിളിക്കുന്നില്ല. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇറാൻ ആക്രമിക്കപ്പെടുന്നതോ അവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ GCC രാജ്യത്തിൽ ഉണ്ടാകുന്ന അക്രമത്തിൻ്റെ മൂലകാരണം അത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണമാണ് എന്നൊന്നും വിശ്വസിക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അവർക്കാകെ ഉണ്ടാകുന്ന അസ്വസ്ഥത ഈ അവരുടെ സംഘടനാ മുതലാളിമാരായ ആളുകൾ ഈ വീഡിയോകളിലൂടെ വിമർശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, അത് ഉള്ളിലേൽക്കുന്ന മുറിവ്, ആ മുറിവിലൂടെ അവർ രക്തം വാർന്നിങ്ങനെ എന്നിങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വേദന എന്നെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും. പലരും എൻ്റെ നല്ല അടുപ്പക്കാരും ഒക്കെയാണ്. അപ്പോൾ അവരിൽ പലരുമൊക്കെ ഇതെല്ലാം കണ്ട് ഇതെല്ലാം ചെയ്തിട്ട് അവർ പറയുന്നുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾ വിമർശിച്ചത് ഒട്ടും ശരിയായില്ല, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഒരാളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. പക്ഷേ എന്നെ ഈ ആദ്യം മുതലേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ പറയുമ്പോൾ ആ പറയുന്ന ആളുകളിൽ പെടുന്ന വിഭാഗക്കാരെല്ലാം വന്നതിൻ്റെ അടിക്ക് എഴുതും, ചാത്തപ്പന് മഹിഷറ എന്തുവാ, അനിൽ മുഹമ്മദിന് ദീൻ എന്തുവാ. മറ്റ് മുസ്ലിം സംഘടനകളെല്ലാം പറഞ്ഞത് നന്നായി, നിങ്ങൾ ദീനിൻ്റെ പോരാളിയാണ്, പോരാളി എന്ന് പറയും. പിന്നെ അവരെ പറയുമ്പോൾ ഇവർ പറയും നിങ്ങൾ പോരാളിയാണ്, മറ്റേ ആൾ ഇതുപോലെ തന്നെ എഴുതും, മാത്തപ്പശൻ മഹിഷറ എന്തുവാന്നൊക്കെ. അതുകൊണ്ട് ഈ വിഷയം ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോലും മനസ്സിലാവുന്നില്ല. ട്രംപ് വരെ പുള്ളിയുടെ ഉള്ളിലുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പുള്ളിക്ക് അവിടുന്ന് എണ്ണ വേണമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അവിടുത്തെ അനീതി ആക്രമണമൊന്നും ഒഴിവാക്കണമെന്നില്ല, അവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവരാനുമല്ല, എനിക്ക് കുറച്ച് ഓയിൽ വേണം അവിടുന്ന്, അതിൻ്റെ പണിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പിന്നെ പുള്ളി തന്നെ തുറന്ന് പറയുകയും ചെയ്തിട്ടും നമ്മുടെ ചാത്തപ്പന്മാർക്കൊന്നും ഇതുവരെ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഇന്നത്തെ ഇടം കൊണ്ട്, ഇവർക്കെല്ലാം ഒരു സന്തോഷം വരാൻ വേണ്ടി ഫലസ്തീൻ നമുക്കങ്ങ് ഇസ്രായേലിന് വിട്ടുകൊടുക്കാം, ഇറാൻ അമേരിക്കയ്ക്കും കൊടുക്കാം ആദ്യഘട്ടമായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഈ ഹമാസിനെ പോലെയുള്ള വിദേഹത്തിൻ്റെ ശക്തികൾ അവിടെ ഇല്ലാതാവും. എന്നിട്ട് അവിടെ സുന്നത്തിൻ്റെ ശക്തികൾ രൂപം കൊള്ളും ഫലസ്തീനിൽ. എങ്ങനെയുണ്ട്? അവിടെ സുന്നത്തായുള്ള കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ആളുകൾക്ക് സന്തോഷത്തോടെ അവിടെ പോകാം. ഇപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് വിസ്ഡത്തിൻ്റെ സെമിനാർ അവിടെ വെക്കാം, പിന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലാസ് വെക്കാം. ഇതൊക്കെ അവിടെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇറാൻ നമുക്ക് അമേരിക്കയ്ക്കും കൊടുക്കാം. അന്നേരമോ ഇറാനിലെ ഷിയാക്കളെല്ലാം സുന്നികളായിത്തീരും, അമേരിക്ക അതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യും, എണ്ണ അവരെടുക്കും, അത് അമേരിക്ക പോലെയോ സൗദി അറേബ്യ പോലെയാവും. നമുക്ക് ഇവിടുന്ന് പോയി അവിടെ പോയി പിരിക്കാം, അവിടുന്ന് നമുക്ക് കാശ് ഇവിടെ കൊണ്ടുവരാം, ഇവിടെ പള്ളികളും ദർസുകളും മറ്റേതുമൊക്കെ നടത്താം ആദ്യഘട്ടമായിട്ട്. അടുത്ത ഘട്ടമായിട്ട് കുറേ കൂടെ കഴിയുമ്പം നമുക്കെന്തോ ചെയ്യാം, UAE നമുക്ക് ഇസ്രയേലിനും കൊടുക്കാം, സൗദി അറേബ്യ നമുക്ക് അമേരിക്കയ്ക്കും കൊടുക്കാം. അപ്പോൾ അമേരിക്ക അയൺ ഡൂമൊക്കെ ഇട്ട് മക്കയും മദീനയും സംരക്ഷിച്ചോളും. പിന്നെ നമ്മുടെ ആളുകളൊക്കെ നല്ല സോട്ടും കോട്ടും ഒക്കെ ഇട്ട് പിരിക്കാൻ പോവാം, ജുബ്ബായും മുണ്ടും ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ ഈ ഷിഈ വിദ്യ ഇതെല്ലാം അങ്ങ് ഇല്ലാതാവും, സുന്നികൾ മാത്രമാവും എല്ലായിടും. അപ്പോൾ പിന്നെ 3 വിഭാഗങ്ങളെ പിന്നെ കാണത്തുള്ളൂ, അതായത് സുന്നി, ക്രിസ്ത്യാനി, ജൂതൻ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ മെസ്സേജ് അയച്ചു തരുന്നവർ ദയവായിട്ട്
ഇനി എനിക്ക് അതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കരുത്. ഏത് മുജാഹിദ് ബാലുശ്ശേരി, വിസ്ഡം, ഇതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് എനിക്ക് അയക്കരുത്. ഞാൻ എൻ്റെ നിലപാട് മാറി. ഇനി എൻ്റെ നിലപാട് ഇതാണ്. ഞാൻ ഇറാനൊപ്പമില്ല, ഞാൻ ഫലസ്തീനൊപ്പമില്ല, ഞാൻ അമേരിക്കയുടെ കൂടെയും ഇസ്രയേലിൻ്റെ കൂടെയാണ്. ഞാൻ എതിർക്കുന്നത് പിന്നെ ഫലസ്തീനിലെ ഹമാസുകാരുടെ ദീനില്ലായ്മയും ബുദ്ധിയില്ലായ്മയും പിന്നെ പല ഹദീസുകൾക്കും വിരുദ്ധമായി അവർ ജീവിക്കുന്നതുമാണ്. ഇറാനിൽ ഞാൻ എതിർക്കുന്നത് ഷിയാക്കളുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഐഷ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ തള്ളിപ്പറയുന്ന അവരുടെ ബിദ്അത്തുകളെയും ദീനില്ലായ്മയാണ് ഇന്നു മുതൽ ഞാൻ എതിർക്കുന്നത്. സയണിസം വളരട്ടെ, അമേരിക്ക ഉയരട്ടെ.